ഞങ്ങൾ 12 വർഷത്തോളം റെൻറ്റിന് താമസിച്ച് ആ നിയോഗം സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു നിയോഗത്തിന് ഞങ്ങളിവിടെ വന്നു. അമ്മ ആണ് ഫസ്റ്റ് ഉടമ്പടി എടുത്ത വ്യക്തി. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ മമ്മിക്ക് 4 എന്ന് പറയുന്ന ഒരു നമ്പറാണ് സ്വപ്നത്തിൽ കാണിച്ചത്. അത്ര കൊല്ലം കുറേ പേര് നിർബന്ധിച്ചു ഒരു ലോൺ ഇട്ട് ഒരു വീട് പടുതാ എന്താ. എൻ്റെ പപ്പ അതിന് തയ്യാറായില്ല. കാരണം പപ്പ ഡ്രൈവറാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുള്ളൂ. അതിൽ ലോണൊക്കെ ഇട്ട് പണിയാന്ന് വെച്ചത് ഭയങ്കര പ്രയാസമാണ്. അത്ര കാലം ഇല്ലാത്ത ഇത് പപ്പയ്ക്ക് അന്ന് തോന്നി, നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് പണിതാൽ എന്താ, അത് നമുക്ക് ലോൺ എടുത്താൽ എന്താന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പോയി കണ്ടു. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ലോണിന് പ്രോസസ്സിന് കൊടുത്തു. ലോൺ വേഗം കിട്ടി. അതെങ്ങനെ വെച്ചാൽ ഉപ്പും വിശ്വാസത്തോളം പ്രാർത്ഥിച്ച് ഉപ്പിന് ഇതാക്കി ഞങ്ങളുടെ സ്ഥലത്തിലൊക്കെ ഇട്ടു. കാരണം ലോണൊന്നും പപ്പയുടെ ഇതിനനുസരിച്ച് കിട്ടില്ല. കാരണം പപ്പ ഒരു സാധാ സാലറിയുടെ ഉള്ളതാണ്. മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ലോൺ വേഗം അപ്രൂവ്ഡ് ആയി. പിന്നെ അതും മാത്രമല്ല, ഞങ്ങളുടെ സ്ഥലം 4 സെൻറ്റാണ്. ഞങ്ങളുള്ള ഏരിയയുടെ പേര് നമ്പർ 4 വീരപാണ്ഡി എന്നാണ്. ഈ 4 എന്ന് പറയാൻ കാരണം അമ്മ മാതാവ് മമ്മിയുടെ ഉള്ളിൽ കാണിച്ചതാണ് നമ്പർ 4 എന്ന് പറയുന്ന നമ്പർ. പഞ്ചായത്തിലേക്ക് കൊടുത്തു വരും 15 ദിവസത്തിൽ ഞങ്ങൾക്ക് അപ്രൂവ്ഡ് ആയി കിട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് പഞ്ചായത്ത് ഓഫീസിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അറിയാനും കാണാത്ത സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നു. അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു ഗവൺമെൻറ് പേപ്പർ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് നീക്കുപോക്കുണ്ടാവുന്നു. അന്ന് ഞങ്ങൾക്ക് വിളി വന്നു. ഞങ്ങളുടെ അപ്രൂവ്ഡ് ഓക്കെ ആയിന്ന്. വീട് കൺസ്ട്രക്ഷൻ തുടങ്ങി. തറക്കല്ല് ഇടാനായിട്ട് ഞങ്ങൾ ഉപ്പും തൈലം തേനൊക്കെ വെച്ചിട്ടാണ് തറക്കല്ലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചത്. പിന്നെ അവിടെ വെച്ചാൽ കിണർ കുത്തൂല, ബോർവെല്ലാണ്. അപ്പോൾ ബോർവെൽ എന്ന് പറയുമ്പോൾ നമുക്ക് പാറയായി കൊണ്ട് വെള്ളം കിട്ടാൻ പ്രയാസമാണ്. അവിടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ ബോർ ഇട്ടിട്ടും 1000-ഓളം താഴ്ചയൊക്കെ ഇട്ടിട്ടും അവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ 400 അടിയിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടി. ആ ഏരിയയിലുള്ളവർക്കൊക്കെ അത്ഭുതമാണ്. തൈലം ഉപ്പും തേനൊക്കെ പ്രാർത്ഥിച്ച് ഒവ്വൊരു വീടിൻ്റെ ഒവ്വൊരു സ്റ്റെപ്പിലും ഞങ്ങൾ ഒന്നും മുടക്കാറില്ല. മാതാവിൻ്റെ കാശ് രൂപം സ്റ്റെപ്പ് ആൻഡ് സ്റ്റെപ്പായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. മാതാവിൻ്റെ മൊത്തം ശരിക്കും പറഞ്ഞാൽ വീട് ചുറ്റി മാതാവാണ്. ഫെബ്രുവരി 11 ഞങ്ങളുടെ പെരമാർ താമസം. അതിൽ ഞങ്ങളുടെ വീടിൻ്റെ പേര് കൃപാസനം വില്ലയാണ്. ഞങ്ങൾ മുമ്പ് റെൻറ്റിന് താമസിച്ച ഒരു ബെഡ്റൂം, ഒരു ഹാൾ, ഒരു കിച്ചൺ, അങ്ങനെ ചെറിയ മുറിയായിരുന്നു. പ്രാർത്ഥിക്കാൻ കൂടെ നമുക്ക് സ്ഥലം ഉണ്ടാകുകയില്ല, മെഴുകുതിരി കത്തിച്ച് വെച്ചെന്നൊന്നും. പക്ഷെ മാതാവ് ഇന്ന് ഞങ്ങൾക്ക് 3 ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂമൊക്കെ ആയിട്ട് നല്ല വലിയ ഹാള്, കിച്ചണൊക്കെ ആയിട്ട് നല്ല ഒന്നാന്തര വീട് ഞങ്ങൾക്കത് സ്വന്തമാക്കി തന്നിരിക്കുകയാണ്.